ഹായ് ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പം സമയം ഒരു 8 മണിയായി. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇത്രയും സമയം കിടന്നുറങ്ങിന്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അനിയനും ഉണ്ട്. ഓൻ ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിന്. ഇന്ന് നല്ല തണുപ്പുണ്ടായിന്, അതുകൊണ്ട് പുതച്ച് മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ടായിന്. ഇനിയും ചിലപ്പോൾ കുറേ നേരം കിടന്നുറങ്ങിയാൽ അമ്മേനെ കലമ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനും അനിയനും കൂടി എണീച്ച് പല്ല് തേക്കാൻ പോയായി. അപ്പം നമ്മൾ എണീച്ച് പല്ല് തേക്കാൻ പോകുന്നു. പുറത്ത് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പറഞ്ഞാൽ ഇപ്പം നല്ല തണുപ്പുണ്ടായിന് പുറത്ത്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വയലാണ്, അതുകൊണ്ട് നല്ല ഭംഗിയിലുണ്ട് കാണാൻ. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കോവക്ക. കുറച്ച് പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ട്. തക്കാളിയെല്ലാം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് തക്കാളീൻ്റെ പഴുത്ത വീഡിയോയിലും ഇനി ഇടും. നമ്മളിപ്പം പല്ല് തേച്ചുകൊണ്ട് നടക്കുമെന്ന്. കുറേ പൂക്കളെല്ലാം ഉണ്ട് വീട്ടിൽ. പൂക്കളൊരു വീടിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെയാണ് ഇവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വയലിൽ വയക്കിന്. അന്നേരം മെഷീനൊക്കെ കൂടെ വയക്കിന്. അന്നേരം മെഷീനൊക്കെ കൂടെ വയക്കി കൊണ്ടിരിക്കുമ്പോൾ കാലിന് കല്ല് അസിന് അന്നേരം പൊട്ടീന്. റോഡിൻ്റെ സൈഡിലെല്ലാം ഇപ്പം കുറച്ച് കൂടി മഞ്ഞെല്ലാം കൂടി തീർന്നിട്ടുണ്ട്. വണ്ടിയെല്ലാം പോയി തുടങ്ങി. എൻ്റെ അനിയൻ അതിൻ്റെ ഇടയ്ക്ക് പശുവിനെ കണ്ടു. പശുവിനെ ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നു. ഇവിടെ ഇന്നലെ JCB വന്നിട്ട് മാന്തീന്. തെങ്ങെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇന്നലെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ JCB ഒന്ന് മാന്തിയൊക്കെ വീണിന്. എന്നിട്ട് അമ്മ നല്ല കലമ്പെല്ലാം കിട്ടീന്. ഇല്ലേക്കൂടി ആ റോഡിനടിക്കാന്ന് സ്കൂൾ ബസ് ഒന്ന് നിൽക്കല്. കുറച്ചങ്ങോട്ടേക്ക് പോയ തോടെല്ലാം ഉണ്ട്. തോട്ടിൽ മീൻ പിടിക്കാൻ പോയിന്. ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കവുങ്ങുന്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ നടക്കുമെന്ന്. നേരം മഞ്ഞളും ഇലയിലൊക്കെ എല്ലാം വീണിട്ടാകുമ്പോൾ വെള്ളമായിട്ട് കണ്ടിന്. നമ്മളിനി വീട്ടിലേക്ക് പോകാൻ നോക്കുമെന്ന്. നേരം ഞാനവിടെ ഒരു പാമ്പിനെ കണ്ടിന്. അതാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് സമയം. പാമ്പ് ചപ്പിൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന്. ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോക്കായി. നമ്മളിപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുമെന്ന്. അനിയനെ വിളിച്ചിട്ട് വരുന്നുമില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി കുറേ സമയത്ത് കഴുകുന്നിടത്തിലേക്കൂടെ നടക്കാൻ പോയി. ഓൻ വന്നിട്ടില്ല, അതുകൊണ്ട്. അന്നേരം തെങ്ങെല്ലാം കണ്ടു, തെങ്ങിൻ്റെ കാഴ്ചയെല്ലാം കണ്ടു. ഓറഞ്ച് കളറിലൊന്നും ഉണ്ടായിന്, ഓലയെല്ലാം ഉണ്ടായിന്. എന്നിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കലായി. സോഫയിൽ നിന്നിട്ട് ചായ കുടിക്കുമെന്ന്. നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. നിക്ക് എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതിൻ്റെ അകത്തു നിന്നാണ് ഒരു കാർട്ടൂൺ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുമെന്ന്. അതിനെ നമ്മളിപ്പോൾ എന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കാൻ നോക്കുമെന്ന്. തോട്ടാണിൻ്റെ, അതിൻ്റെ പോയി മീൻ പിടിക്കാൻ നോക്കുമെന്ന്. മണ്ണ് കുഴിച്ചിട്ട് മണ്ണിരേനെ പോലും കിട്ടുന്നില്ല. കുറേ നോക്കി എന്നിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് ഒന്ന് കിട്ടി, പിന്നെ 2-3 കിട്ടി. അതിനെ കൊണ്ട് നമ്മൾ മണ്ണിരേനെ പിടിക്കാൻ പോയേ. കുറച്ച് 2-3 മണ്ണിരേനെ കിട്ടി. നമ്മൾ കണ്ണിയിൽ മണ്ണിരേനെ കൊളർത്താൻ നോക്കുന്നു. അതിൻ്റെ കൈക്ക് കൊത്തിക്കൊണ്ടിന് കണ്ണി. കൈക്ക് കുറച്ച് മുറിഞ്ഞിന്. കണ്ട, അതാണ് പറഞ്ഞത് കൊളത്ത്. ഞാൻ എന്നിട്ട് ചൂണ്ട പിടിക്കും, മണ്ണിരേനെ പിടിക്കുന്ന പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അടിയായിന്. നമ്മളിപ്പോൾ എന്നിട്ട് മണ്ണിരേനെ കൊളത്തി. എന്നിട്ട് നമ്മൾ നടക്കാൻ പോകുന്നു, മണ്ണിരേനെ പിടിക്കാൻ പോകുമെന്ന്. ഒരു കാട്ടിലേക്കൂടിയാണ് പോകുന്നത്. തൊട്ടപ്പുറം കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ ഒരു തോട്ടാണ് ഇതിൻ്റെ ചെറിയ. അവിടെ നിന്ന് അതിലേക്കൂടിയാണ് പോകുന്നത്. എൻ്റെ അനിയത്തിയും ഉണ്ട്, അനിയനും ഉണ്ട്, ഞാനും ഉണ്ട്. നടന്നുകൊണ്ട് പോകുന്നത്. അതിനിടയ്ക്ക് അപ്പം പറയാനുള്ളത്, നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സെല്ലാം റോഡിൽ വന്ന് നിൽക്കലുണ്ട്. നേരെ ചില സമയത്തെല്ലാം സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ടാവലുണ്ട്. നമ്മളിപ്പോൾ ചിരിച്ചോണ്ടല്ലെന്ന് പറയുന്നത് പോകുന്നത്. എന്തെല്ലോ വർത്തമാനം പറഞ്ഞ് അനിയൻ എന്തെല്ലോ കോമഡിയിലും പറഞ്ഞ് എന്നിട്ട് ചിരിച്ചോണ്ട് പോകുന്നത്. എത്താനായി സ്ഥലം, കുറച്ചും കൂടി പോകാനുണ്ട് ഇനി. നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ചെയ്യുക നമ്മളിപ്പോൾ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഉള്ളത്.
സ്റ്റെപ്പ് കഴിഞ്ഞ് ഇപ്പം നടന്നുകൊണ്ട് പോകുന്ന ആടെ ചെറിയ തോട്ടമുണ്ട്. അതിൽ ആ വെള്ളം എന്ന് പോകുന്നത് അവിടെ മീനുണ്ട്. നമ്മളിപ്പോൾ നോക്കി പക്ഷെ അവിടെ നിന്ന് മീനാണ്, ചെറിയ ചെറിയ മീനാണ് ഉണ്ടായിന്. നമുക്കിപ്പോൾ മില്ല മീനല്ലേ വേണ്ടത്. അന്നേരം അവിടെ ചെറിയ ചെറിയ മീനാണ് ഉണ്ടായിന്. അന്നേരം ഞാനിപ്പോൾ അവിടെ ഒരു തവളേനെ കണ്ടിന്. എൻ്റെ മേത്തേക്ക് എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടി പോയിന്. ഇപ്പം നമ്മൾ തോട്ടാണിയിലെത്തി മീൻ പിടിക്കാനിട്ട് ചൂണ്ടയിട്ടു. അവിടെ വലിയ വലിയ മീനെല്ലാം ഉണ്ട്. അന്നേരം അവിടെ കൈച്ചലെല്ലാം ഉണ്ടായിന്. ഓരോട്ടം മറ്റേ സ്ഥലത്ത് ഇട്ട് നോക്കി, ആടെ മീനൊന്നും കിട്ടിയിട്ട് വേറെ സ്ഥലത്ത് ഇട്ട് നോക്കി. അന്നേരം ആടെ നിന്ന് കൊത്തുന്നുണ്ടായിന്, പക്ഷെ ഒന്നിനെ പോലും കിട്ടിയിട്ടില്ല. അന്നേരം ആടെ നല്ല നല്ല വാഴയിൽ നട്ടിട്ടുണ്ടായിന്. വാഴ നട്ടപാടായിരുന്നു നമ്മൾ പോയത്. മേഘലുണ്ടായിന്. എൻ്റെ കുറച്ചങ്ങോട്ടേക്ക് പോയ ഒരു കാട് പോലെയാണ് സ്ഥലം. നമ്മൾ എന്നിട്ടിപ്പം മണ്ണീരേനെ കൊളത്തിയില്ല, കൊളത്താൻ നോക്കുമെന്ന്. അനിയനാണ് നമ്മളിപ്പോൾ കൊളത്തിന് മീനെ ചൂണ്ടയിൽ ഇടാൻ പോകുമെന്ന്. ചൂണ്ട ഇടാൻ പോകുമെന്ന് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാകുന്നെങ്കിൽ ഇട്ടിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇടാൻ നോക്കി. നേരെ കുറേ കിട്ടുന്നില്ല. കൈക്കെല്ലാം വന്ന് കണ്ണിൽ കൊത്തുന്നു. എന്നിട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് കുറേ നേരം നോക്കി കുറേ നേരം നോക്കി നിന്നപ്പോൾ ലാസ്റ്റ് എങ്ങനെയെല്ലാം കൂടി മണ്ണിരേനെ കുളത്തി ഇട്ട്. ഇനി നമ്മളെ മീൻ പിടിക്കാൻ ചൂണ്ടയിട്ടു. എന്നിട്ട് കിട്ടുന്നില്ല ഒന്നും. കുറേ നേരം നോക്കി കിട്ടുന്നേയില്ല, ഒന്നിനെ പോലും കിട്ടുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് ഇതേ വെള്ളം ഒഴുകുന്ന കുറച്ചങ്ങോട്ടേക്ക് ഒരു തോട്ടാടിയുണ്ട്. ആടെ നമ്മൾ ഇട്ട് നോക്കി, പക്ഷെ ആടൊന്നും കിട്ടുന്നില്ല, ഒന്നിനെ പോലും കിട്ടുന്നില്ല ആടുന്നൊന്നും. അതുകൊണ്ട് ലാസ്റ്റ് കിട്ടൂലെന്ന് വിചാരിച്ചു. കിട്ടുന്നേ ഇല്ല ഒന്നിനെ പോലും. എൻ്റെ അനിയൻ എന്നിട്ട് തോട്ടാണിയിലേക്ക് തന്നെ ഉന്തിടാനെല്ലാം നോക്കി. ഇനി ആദ്യം എൻ്റെ അനിയത്തിനെ കണ്ടിട്ട് അവൾ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ നമ്മൾ തോട്ടാണിയിൽ മീൻ പിടിക്കാൻ പോയിന്. അന്നേരം ലാസ്റ്റ് വീട്ടിലെത്തി എന്നിട്ട് ചോറും കൂട്ടാനും വെച്ച് കളിക്കും നമ്മൾ. പൂക്കൾ അങ്ങനത്തെ ഇലയും മണ്ണ് അങ്ങനത്തെ എല്ലാം പറിച്ചിന്. വരുന്ന വഴിക്ക് ഇതിൽ കുറേ പൂവ് എന്തെല്ലാം പറിച്ചിന്. മല്ലിച്ചപ്പ് കുറച്ച് പണ്ടത്തെ ഒരു ഇലയില്ല, അതെല്ലാം പറിച്ച് കളിച്ച് നമ്മൾ ചോറും കൂട്ടായി വെച്ചെടുക്കുന്നത്. കറി ആയില്ല, ചോറാക്കി കൊണ്ടുവന്ന്. എല്ലാം ചപ്പ് പൂക്കളെല്ലാം പറിച്ചിന്. അതിലും നമ്മൾ പറിച്ചിട്ടു. കുറേ എണ്ണം ഉണ്ടായിന് പറിച്ചിടാൻ. ജമന്തി, മറ്റേ തേൻ കുടിക്കുന്ന പൂ, മറ്റേതെല്ലാം ഉണ്ടായിന്. എന്തെല്ലാം ഉണ്ടായിന്. ഏതൊരു ചുവപ്പ് മഞ്ഞ കറുപ്പ് കളറിലുള്ളൊരു കായ് ഉണ്ടായി. അതിനെ കൊണ്ടെല്ലാം പറിച്ചിട്ടു. ചോറും കൂട്ടായ്മ ചൊളിച്ച് കാണിക്കുമ്പോൾ ഇപ്പം ചോറും കൂട്ടായെല്ലാം വെച്ച് ചോറാവാനായി. ശരിക്കും ആയില്ല, കുറച്ചും കൂടി സമയം എടുക്കും ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെല്ലോ കറിവേപ്പില എന്തെല്ലോ പറിച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ചോറായി. ഇലയെല്ലാം പറിച്ചിട്ടു. കുറച്ചും കൂടി ഡിസൈന് വേണ്ടിയിട്ട് കുറച്ച് ഇലയെല്ലാം അതിൻ്റെ മുകളിലേക്കൂടെ പറിച്ചിട്ട് ഇലയെല്ലാം പറിച്ച് വെച്ച് അതിൻ്റെ അകത്ത് ഇപ്പം വിളമ്പലായി കറികളെല്ലാം. ആകെ ഒരു കറിയും കുറച്ച് ചോറും മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇലക്ക് വേണ്ടി ലാസ്റ്റ് കുഴപ്പാക്കിന്. എന്നിട്ട് ഞാൻ വേറൊരു ഇല കുറച്ച് ഓനെ വേറൊരു ഇല എടുത്തു. എന്നിട്ട് ചോറിപ്പം വിളമ്പി തുടങ്ങി. ചളീനെ കൊണ്ടാക്കിന്. കറിയും ചളിയെല്ലാം മേത്തെല്ലാം ആയിന്, കാലെല്ലാം ആയിന്, കൈക്കെല്ലാം ആയിന്. ഇപ്പോൾ ഞാൻ കരി ഓന് വിളമ്പി കൊടുത്തു. ഓനൊക്കെ ചോറും വിളമ്പി തന്നു. ഓൻ ചോറ് വിളമ്പി കൊടുക്കുമെന്ന്. ഞാൻ ആദ്യം ചോറ് വിളമ്പി കഴിഞ്ഞ്. ഓനെ ഇനിയായിട്ട് ചോറ് വിളമ്പി കഴിഞ്ഞില്ല. വിളമ്പിക്കൊണ്ടിരിക്കൊന്നും കിട്ടുന്നില്ല, സ്പൂണിലല്ല, മരത്തിൻ്റെ കൊള്ളിനെ കൊണ്ടാക്കുന്നത്. ലാസ്റ്റ് വിളമ്പി ഞാൻ തിന്നാൻ തുടങ്ങി. നമ്മളെ തിന്നാൻ തുടങ്ങി. ഞാൻ ഓനെ ശരിക്കും പറ്റിച്ചു പോയി എന്നറിയാം. അപ്പോൾ ലാസ്റ്റ് തിന്നുന്ന പോലെ ആക്കി. എന്നിട്ട് ബായിന് ചെറുങ്ങനെ ആയിപ്പോയി. ബായിന് ചെറുങ്ങനെ ചളിയായി. നേരെ തുപ്പിയിട്ട് പോകുന്നില്ല, വെള്ളമെടുത്താക്കി എന്തിനാ പോയെ.
ഞാൻ എന്നിട്ട് ഓടിപ്പോയി, എന്നിട്ട് പൈപ്പിൽ വെള്ളം കഴുകാൻ പോയി ബായിക്കുള്ള തുപ്പാൻ വേണ്ടിയിട്ട്. ഇത് തുപ്പി എന്നിട്ട് എല്ലാം എടുത്ത് ചാടി. അപ്പാടനെ കൈക്കെല്ലാം പെരക്കിയാക്കി. ഓൻ്റെ കയ്യിലെല്ലാം ഇല മഞ്ഞ കാപ്പി കളർ ഉണ്ടാവില്ല, ചളീൻ്റെ കളറ്, അതേപോലെ ആക്കിന്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ബയ്യെ കാണാം. നമ്മളിപ്പോൾ ചോറും കുട്ടയെല്ലാം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സൈക്കിൾ ഓടിക്കുന്ന ഒരു റേസ് വെച്ചിന്. അതിനകത്ത് ഞാൻ ഓടിച്ച് വളച്ച് വരുമ്പോൾ ഞാൻ സ്പീഡിൽ പോയി. സ്പീഡിൽ പോയി. ഓനെൻ്റെ കാട്ടിലേക്ക് പോകാനായിന്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ട് അന്നേരം സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന മത്സരത്തിൻ്റെ അകത്ത് ഞാൻ ജയിച്ചു. ലാസ്റ്റ് ഞാൻ ജയിച്ചു. ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം.